ഹലോ കൂട്ടുകാരെ, അപ്പം ഞാനും ഒന്ന് പൊങ്കാലിടാൻ പോയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കൊഞ്ചനുള്ള ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. വിളക്ക് കത്തിക്കുകയാണ്. ഇവിടെ വന്ന ഒരു ഐതിഹ്യമുണ്ട്, ആറ്റുകാൽ വന്ന ഈ കൊഞ്ചുകളെയും കത്തിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ കൊഞ്ചുകളെയും കത്തിക്കാൻ വന്നതാണ് കേട്ടോ, വിളക്ക് കത്തിക്കാൻ. പിന്നെ നമ്മൾ നേരെ രാവിലെ എണീച്ച് കുറച്ച് ചായ കുടിക്കണമായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാനാണ് ഈ പ്രാവശ്യം പൊങ്കാലിടുന്നത്. അതാണ് ഒരു ഗുഡ് എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം. ഞാനാണ് പൊങ്കാലിടുന്നത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമുള്ള പൊങ്കാലാണ്. ബിക്കോസ് ഞാൻ ഇതുവരെയും പൊങ്കാലി അങ്ങനെ ഒന്നും തന്നെ എടുത്തില്ല. അപ്പോൾ എല്ലാവരും കൂടി പഠിപ്പിച്ച് തരുന്നത്. ഇത് അമ്മാമ്മയുടെ തിരളയാണ്. ആ തിരളയിൽ ഞാൻ ഓട്ട ഇട്ടാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് ഇതിനെ പറ്റുന്ന ഒരു ധാരണയുമില്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുമ്പോൾ ഞാൻ പൊങ്കാലിടാമെന്ന് കരുതിയതാണ്. കാരണം നമ്മുടെ ഒരു ട്രൈ അത്രേ ഉള്ളൂ. മേ ബി ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയാലും അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. പക്ഷേ എനിക്ക് എന്തോ ഇതൊക്കെ വളരെ ഇഷ്ടമാണ്. നല്ല കാര്യമാണ് അതൊക്കെ ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ പൊങ്കാലയ്ക്ക് വെള്ളം വയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ ആൻറ്റിയാണ്. ആൻറ്റിയാണെങ്കിൽ നമ്മുടെ തിരളിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഒരു പുതിയൊരാളാണ്. ആൻറ്റിയുടെ മോളാണ്, മണിക്കുട്ടി എന്ന് പറയും. അവളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പം ഞാനാണ് പൊങ്കാലിടുന്നത്. അപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്യണം. എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? പുതിയ ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി തച്ചതാണ്, സ്റ്റിച്ച് ചെയ്താണ്, തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. ആസ് യൂഷ്വൽ എനിക്ക് തുണി തച്ച് തരുന്ന ചേച്ചി തന്നെയാണ്, ശാലിൻ ചേച്ചി എന്ന് പറയും. അപ്പോൾ ആ ചേച്ചിയാണ് എൻ്റെ മിക്ക ഡ്രസ്സും, എൻ്റെ എല്ലാ ഡ്രസ്സും തയ്ക്കുന്ന ആ ചേച്ചിയാണ്. എനിക്കെന്തോ ആ ചേച്ചി തച്ചാൽ മതി, സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ ഈ നമ്മൾ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ പൊങ്കാലിക്കുള്ള എല്ലാ പ്രിപ്പറേഷനും തുടങ്ങി. ഞാൻ ഇട്ടൊന്നും സക്സസ് ആയില്ലെന്നും പറഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറയുന്നതാണ്. കാരണം ഞാൻ എല്ലാം തെറ്റിച്ചാണ് ചെയ്യുന്നത്. ഇലയൊക്കെ തിരിച്ചൊക്കെ തോന്നും പോലെയൊക്കെയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സോങ് കേൾക്കുന്നുണ്ട്. കാരണം അമ്പലത്തിൽ നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ സോങ് കേൾക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മമ്മ തെള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മാമ്മ അനുഭവം ചോദിക്കാം. 35 വർഷം കൊണ്ട് ഏത് പ്രായം തൊട്ടാ വരാൻ തുടങ്ങി? പ്രായമൊക്കെ പറഞ്ഞേ. ഓ അതെ, പറ. എന്റെ കൊച്ചുനാളിലെ ഞാൻ പൊങ്കാലിടാൻ വരും. ഓഹോ, 30 വർഷമൊക്കെ ആവും അല്ലേ? 30 വർഷമൊക്കെ ആവും. പൊങ്കാലിട്ടിട്ട് എങ്ങനെയുണ്ട് അനുഭവം? നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ എല്ലാവരും മണ്ടപ്പുറ്റും തിരളിയൊക്കെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ടൈം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പേ ആറ്റുകാൽ പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ആറ്റുകാൽ വന്ന് ആറ്റുകാൽ പോകണതാണല്ലോ. അപ്പോൾ ആറ്റുകാൽ പോയി നല്ല തിരക്കാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ. നമ്മൾ അടുക്കാൻ പോലും പറ്റില്ല. പിന്നെ കുറച്ച് അവിടേക്ക് നിന്നു. അപ്പോൾ എല്ലാവരെയും അങ്ങനെ കയറ്റി നിന്നില്ല. താലപ്പൊലിക്കുള്ള കുട്ടികളെയും പിന്നെ കുറേ നേരം ക്യൂ നിൽക്കുന്നവരെയാണ്. നമുക്കങ്ങനെ കയറാൻ താല്പര്യമില്ല. പക്ഷെ നമ്മൾ നട വരെ പോയി കേട്ടോ. ദേവിയുടെ നട വരെ പോയി. അവിടെ കണ്ട് നല്ല ചെക്കിങ്ങും നല്ല സെക്യൂരിറ്റിയാണ്. ഒരുപാട് പോലീസൊക്കെ കൊണ്ട് അടുക്കാൻ പോലും പറ്റില്ല. താലപ്പൊലിയുള്ള കുട്ടികളെ മാത്രമേ വിടുന്നുള്ളൂ. അതുമാത്രമല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ക്യൂവിൽ. അത് ആ സൈഡാണ് കേട്ടോ. എനിക്ക് ഈ സൈഡ് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ. അത് കഴിഞ്ഞ് പോലീസ് വിടുന്നില്ല. അപ്പോൾ ആൾമോസ്റ്റ് നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ അവിടെ വെച്ചൊരു ക്യൂട്ട് ബേബിയൊക്കെ ഉണ്ട്. താലപ്പൊലി പോണ കുട്ടിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഓടി വന്നു. പിന്നെ അവിടെ നല്ല ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഡെക്കറേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ കുറച്ച് ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതോ ആ ഏരിയയിലുള്ള ആൾക്കാർ വെച്ചതാണ്, ദേവിയുടെയാണ് കേട്ടോ. അതും കൊള്ളായിരുന്നു. ഇത് ഞങ്ങളുടെ ഏരിയയാണ് കേട്ടോ. അവിടുത്തെ പൊങ്കാലയാണ്. അപ്പോൾ ഞാൻ പോകുന്ന വീട്ടിൻ്റെ അവിടെയുള്ള പൊങ്കാലയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നല്ല കാമൻ കോയിറ്റാണ്. ഇനിയാണ് നമ്മുടെ എന്താ പറയുക, പൊങ്കാലിട്ട് നല്ല പുകയൊക്കെ വരാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച് ഞാനാണ് അരിയെല്ലാം ഇടുന്നത്. അമ്മ കൂടെ ഉണ്ട്, ഒരു ഹെൽപ്പിനാണ്. ബിക്കോസ് എനിക്ക് അത്ര പിടുത്തില്ലല്ലോ. അപ്പോൾ എല്ലാം പറഞ്ഞു തരാനാണ്. അപ്പോൾ അതുപോലെ പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അത് ആഗ്രഹിച്ചിട്ട് വരണം. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ അതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇട്ടുണ്ട്. അപ്പം ആറ്റുകാൽ അമ്മ അനുഗ്രഹിക്കും, എനിക്കറിയാം, അനുഗ്രഹിച്ചിരിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ സത്യം പറയില്ല, 1 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല, അത്ര പുകയാണ്. എൻ്റെ കണ്ണൊക്കെ കാണാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ കണ്ണിൽ നിന്ന് കുറേ വെള്ളമൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കലമാണ് എൻ്റെ പൊങ്കാല കലമാണ്. ഞങ്ങൾ പൊങ്കാലയും പായസമാണ് ഇടുന്നത്. ഇതെൻ്റെ അമ്മാമ്മയാണ്. അമ്മമ്മ അതാ അവിടെ റെഡിയൊക്കെ ആയിരിക്കുകയാണ്. പൊങ്കാലയുടെ അമ്മമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട്. തിരളി മണ്ടപ്പുറ്റി എല്ലാം വയ്ക്കണം കേട്ടോ. ഞങ്ങൾ പൊങ്കാലയുടെ ഇതെല്ലാം ഞങ്ങളുടെ കൂടെ ഇരുന്ന ആൾക്കാരാണ് കേട്ടോ. പൊങ്കാലയുടെ സത്യം പറയുമല്ലോ നല്ല വെയിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു തുള്ളി വെയിൽ പോലും ഇല്ല. ബിക്കോസ് ഈ വീട്ടിൽ നിറയെ മരങ്ങളുണ്ട്. ഇഷ്ടം പോലെ മരം. ഞാൻ ആദ്യമാണ് സിറ്റിക്കകത്ത് ഇത്രയും മരമുള്ളൊരു വീടാണ്. ഈ വീട്ടിലില്ലാത്ത ഒരു മരവും ഇല്ല, അത്ര മരമാണ്. മരം കൊണ്ടുള്ളൊരു വീടാണ്. ആ വീട്ടിൽ വെയിലേ വരുന്നില്ല, അത്രയ്ക്ക് മരമാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചോറ് ഇട്ടിട്ട്, ചോറ്, തോരൻ, അവിയൽ, സാമ്പാർ, പപ്പടം. ഞങ്ങൾക്ക് ചോറ് മാത്രമേ, ഒരുപാട് വെള്ളം, കാപ്പി എല്ലാം കിട്ടി. പക്ഷെ അതൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പായസവും പൊങ്കാലച്ചോറും ഞാനാണ് ഉണ്ടാക്കിയത്. ഐ മീൻ എൻ്റെ പൊങ്കാലയാണ്, ഞാനാണ് പ്രിപ്പറേഷൻ. അമ്മ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈഡ്. പിന്നെ നമ്മൾ നിവേദിക്കാൻ സമയം പ്ലെയിൻ പോകും. ഇത് അമ്പലത്തിൽ പ്ലെയിനാണ് കേട്ടോ. അമ്പലത്തിലല്ല, ആരോ നേർച്ചയായിട്ട് പൂവിടാൻ പോകുന്ന പ്ലെയിനാണ്. അപ്പോൾ പോറ്റി വന്നിട്ടുണ്ടോ, പൂറ്റി വന്ന് നിവേദിക്കണം. പോറ്റിയുടെ കാലൊക്കെ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ നിവേദിച്ച് നമുക്ക് നേരെ വീട്ടിൽ പോകാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും.